ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ടാവുകയാണ്. ഇപ്പോൾ സമയം രാവിലെ ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 5:50 എഴുന്നേറ്റു. ഫ്രഷായിട്ടൊക്കെ കിച്ചണിൽ വന്നപ്പോഴേക്കും 6 മണി അടുപ്പിച്ച് 6:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോന് സ്കൂളിൽ പോകണം. അവനെ സ്കൂളിൽ അയച്ചതിന് ശേഷം എനിക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ രാത്രിയിൽ ഞാൻ എല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് അങ്ങ് വെച്ചാൽ മതി. അത്ര എളുപ്പമാവല്ലോ എന്ന് കരുതിയിട്ട് രാത്രി ചെയ്യുന്ന പണികളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഓരോരോ പാത്രത്തിനകത്തും ഓരോരോ ഐറ്റങ്ങൾ ഇരിക്കുകയാണ്. കിഴങ്ങ് വരെ ഞാൻ തൊലിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഈവനിങ്ങിൽ തന്നെ പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ മീൻ വരുന്നത് കാത്ത് നിൽക്കണ്ടല്ലോ, രാവിലെ എനിക്ക് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ചിക്കൻ നേരത്തെ മേടിച്ച് ചെറിയ ചെറിയ പാത്രത്തിനകത്തൊക്കെ ആക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അത് തണുപ്പ് മാറാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ നാളെ നമുക്ക് ദോശയായിരിക്കും, അറിയാമല്ലോ അല്ലേ. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ കഴുകി കുക്കറിനകത്താക്കി അതിനുള്ള കഷ്ണങ്ങൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിനകത്തിട്ട് ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെയാണ് വേവിക്കാറ്. പിന്നെ കടുവും കൂടെ വറുത്തിടും. ടേസ്റ്റ് വ്യത്യാസമായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അല്ലാണ്ട് ഞാൻ വെണ്ടയ്ക്കൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. എനിക്കതിൽ വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വെക്കും. നമുക്ക് എളുപ്പപ്പണിയാണല്ലോ രാവിലെ, അതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ കുക്കറിനകത്താക്കി അതിനെ അങ്ങ് വേവിക്കാൻ വെക്കുവാണ്. എന്നാലും ചോറ് ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇന്ന് ചൂടാക്കി കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇന്നിപ്പോൾ വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഇഡ്ഡലിയുടെ മാവ് ഞാൻ ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആട്ടിയതല്ല, ഇന്നലെ എനിക്ക് അരിയിടാൻ മറന്നുപോയി. അപ്പോൾ ഇത് പുറത്തുനിന്ന് മേടിച്ച മാവാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഇന്നത്തെ നമ്മുടെ മെനു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ, പിന്നെ മുട്ട പുഴുങ്ങണം. അത് കഴിഞ്ഞിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് എന്താ പറയുക, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, കിഴങ്ങ്, പിന്നെ ഒരു സാലഡ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ളതെല്ലാം ഞാൻ കയ്യിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് അങ്ങ് വേവിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി നമ്മുടെ മാറ്ററിലോട്ട് വരാം അല്ലേ. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാനും ഒരു യൂട്യൂബ് പാർട്ട്ണറായി കേട്ടോ. ഫുൾ മോണിറ്റൈസ്ഡ് അല്ല, ഞാൻ ഹാഫ് മോണിറ്റൈസ്ഡാണ് ആയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അയ്യോ ഹാഫേ ആയിട്ടുള്ളോ, ഫുള്ളല്ലായിരുന്നോ എന്ന് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് എന്താ പറയുക, നമ്മളും അതിൽ പാർട്ടായി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. കാര്യം നമ്മൾ ചെയ്തതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ടില്ല, ഹാഫേ ആയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് പക്ഷേ നിങ്ങളോട് പറയാണ്ടിരുന്നാൽ മോശമല്ലേ. നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞത് അല്ലേ. ആണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഹാഫ് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി. ഞാൻ യൂട്യൂബ് പാർട്ട്ണറായി മാറിയിട്ടുണ്ട്. നമുക്കിനി ഫുള്ളാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും ഓരോരുത്തരോടും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇതിപ്പോൾ ഫുൾ മോണിറ്റൈസ്ഡ് ആകുമ്പോഴാണ് നിങ്ങൾക്കറിയായിരിക്കും ആഡും കാര്യങ്ങളൊക്കെ വരുന്നതിൽ എനിക്ക് പേയ്മെൻറ്റ് വീഴുക. ഇതിപ്പോൾ ഹാഫ് ആകുമ്പോൾ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ്, ഷോപ്പിംഗ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇതിലിങ്ങനെ സൂപ്പർ താങ്ക്സ് ഒക്കെ ആക്റ്റീവാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഒരു ലോങ് വീഡിയോയോ ഏതെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ ലോങ് വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെടുത്ത് കാണുവാണെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഷെയർ, കോപ്പി, എന്താ പറയുക, ഡൗൺലോഡ്, കമൻറ്റ് എന്നൊക്കെ കാണത്തില്ലേ. അതിനടുത്തായിട്ട് തന്നെ താങ്ക്സ് എന്നും പറഞ്ഞ് എഴുതിയിരിക്കും. അതൊരു ഓപ്ഷനാണ്. അതിൽ നമ്മൾ കുത്തി കഴിയുമ്പോഴേക്കും എന്താ പറയുക, എമൗണ്ടൊക്കെ എഴുതിയേക്കും. 40, 100, 150, 200 അങ്ങനെയൊക്കെ കാണും. അത് നമുക്ക് ഇഷ്ടപ്പെട്ട് അവർ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അയച്ചു കൊടുക്കാം. അങ്ങനത്തെ പേയ്മെൻറ്റുകളാണ് ഇപ്പോൾ ഹാഫ് മോണിറ്റൈസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ഭയങ്കര വലുതല്ല, എന്നാൽ പോലും അതിന് കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അത്രത്തോളം സന്തോഷമുണ്ട് ഹാഫ് മോണിറ്റൈസ്ഡ് ആയതിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ആക്റ്റീവായി എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, ഒരുപാട് താങ്ക്സ്. എപ്പോഴും എനിക്ക് സന്തോഷം, കാരണം എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ ഇനി ഫുൾ മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ എന്താ പറയുക, ലൈക്ക് ചെയ്തും കമൻറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ എന്നോട് പറയുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7,000 മേലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ്
സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഒരു 10K ആകുമ്പോഴേക്കും നമുക്കൊരു ഗീവ് അവേ ഒക്കെ നടത്തണം. അപ്പോൾ അതിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെന്താ പറയുക, അപ്പോൾ പറഞ്ഞു വന്ന് എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടീസൊക്കെ കുറേ കഴിഞ്ഞു കേട്ടോ. ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിട്ടുണ്ട്, കിഴങ്ങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അരപ്പാണ് ഈ സെറ്റപ്പ് ആക്കുന്നത്. രണ്ട് ലെഗ് പീസ് മാത്രമേ ഫ്രൈ ആക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ 2-3 പീസും കൂടി ആക്കാം. നമുക്ക് എന്തായാലും ഇതിങ്ങനെ അരപ്പാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ഇപ്പോഴേ ഫ്രൈ ചെയ്യുന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പോൾ മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇതിനിടയ്ക്ക് ചിക്കൻ കറി ആക്കുവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്ന് കിട്ടിയ കിഴങ്ങ് കൊള്ളാമായിരുന്നു കേട്ടോ, നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ ഇനി കിച്ചൺ കൂടി ഒന്ന് വൃത്തിയാക്കിയാൽ മതി. സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ കാണും, അതും കൂടെ കഴുകി കിച്ചൺ ഫുള്ള് ഒന്ന് തുടച്ച് ക്ലീനാക്കിയിടുമ്പോഴേക്കും നമ്മുടെ രാവിലത്തെ പണി കഴിഞ്ഞു. ഏകദേശം എനിക്ക് തോന്നുന്നു 7:45 ആയപ്പോൾ തന്നെ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ ചൂടുവെള്ളം കുടിക്കാനായിട്ട് ഇരുന്നത്. ഇന്ന് റാഗി കഴിക്കുന്നില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ തൊണ്ട വയ്യാത്തതുകൊണ്ട്, കഫം നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൽ പാല് ചേർക്കുന്നില്ല, അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ ചൂടുവെള്ളം തന്നെ കുടിക്കാമെന്ന് കരുതി. തൊണ്ടയ്ക്ക് അതായിരിക്കുമല്ലോ നല്ലത്. അപ്പോഴേക്കും ഒരു അവക്കാഡോ അച്ഛൻ കൊണ്ട് വെച്ചിരിക്കുന്നു കേട്ടോ. ഇതെനിക്കൊന്ന് അച്ഛൻ രാവിലെ നടക്കാൻ പോകും, അപ്പോൾ അവിടെ തറയെ വീണ് കിടന്നതാണ്. ഇത് അത്ര നല്ലതല്ല, ഞാൻ പറഞ്ഞില്ല ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞെന്ന്. ഇതെവിടെയോ തങ്ങി നിന്നത്, അങ്ങുഞ്ഞൊക്കെ കറുത്തൊക്കെ ഇരിക്കുന്നു, അത് പഴുത്ത് കിട്ടത്തില്ല. പിന്നെ തറയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എടുത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ഞാനത് അകത്തുകൊണ്ട് വെച്ചിട്ട് പുറത്തുനിന്ന് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി അകത്തൊന്ന് കുറേ നേരം ഇരിക്കും. വേറെ ഒന്നിനും സമയമില്ല. ഒരു എന്താ പറയുക, ഒരു 15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ 8:30 ഋഷിയെ വിളിച്ചുണർത്തും. അവനെ കുളിപ്പിച്ച് ഫുഡ് കഴിപ്പിച്ച് പിന്നെ അവനെ ഫുഡ് കഴിപ്പിച്ചിട്ട് പിന്നെ ഞാൻ പോയി റെഡിയാവും. അപ്പോൾ മോനെ സ്കൂളിൽ വിട്ടിട്ട് നേരെ ഞാൻ ആറ്റിങ്ങ് പോവുകയാണ്. എനിക്ക് അത്യാവശ്യം കുറച്ച് ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട്, അത്യാവശ്യ സാധനങ്ങളാണ് കേട്ടോ. അതിന്ന് പോയേ പറ്റും. കാര്യം മോൻ സ്കൂളിൽ പോകുമ്പോഴേ എനിക്ക് പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ അവനെയും കൊണ്ടുപോകണം. അവന് പറഞ്ഞ പോലെ ജലദോഷമൊക്കെ കഴിഞ്ഞ് ഇന്ന് മുതൽ സ്കൂളിൽ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും പറയാൻ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.